സമാധാന ധാരണയിലെത്താൻ ഇറാനെ ഒരവസരം കൂടി നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അവസരം പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം ആരംഭിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. പുതുക്കിയ സമാധാന നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് IRGC അറിയിച്ചു. അമേരിക്ക ആക്രമണത്തിന് മുതിർന്നാൽ യുദ്ധം പശ്ചിമേഷ്യയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. So we're going to give this one shot. I'm in no hurry. You never think, oh, the midterms, I'm in a hurry. I'm in no hurry. Ideally, I'd like to see few people killed as opposed to a lot. We can do it either way, but I'd like to see few people killed. I just wonder whether or not they have the good of the people, because some of the things they're doing to me means they don't have the good of the people, and they have to have the good of the people. There's a lot of anger now in Iran because people are living so badly. There's a lot of foment that we haven't seen before so much, and we'll see what happens. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ഇറാന് ഒരവസരം കൂടി നൽകുമെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഈ സമാധാന നിർദ്ദേശങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ കാലതാമസം? എന്താണ് IRGC നൽകുന്ന വിശദീകരണം? അതിന് തീർച്ചയായും ഈ IRGCയുടെ നിലപാടുകൾ ചില സൂക്ഷ്മമായ സംശയങ്ങളിലേക്ക് വഴിവെക്കുന്നുണ്ട്. എങ്കിൽ കൂടി IRGC വ്യക്തമാക്കിയിരിക്കുന്നത് ഉടൻ തന്നെ ഒരു തീരുമാനമെടുത്തിട്ടില്ല, അല്ലെങ്കിൽ തീരുമാനം അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊരു നിലപാടാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, പാകിസ്ഥാൻ വഴി IRGCയുടെ കൂടി അറിവോടെ തന്നെയാണ് 14 സമാധാന നിർദ്ദേശങ്ങൾ ട്രംപിന് സമർപ്പിച്ചത്. അതിനു മുൻപ് UAE, ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത, തിങ്കളാഴ്ച ഒരുപക്ഷെ ആക്രമണം നടന്നേക്കുമെന്ന് കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ആ സാധ്യതകൾ ഒഴിവാക്കണം, ആക്രമണം നടത്തരുത്, താൽക്കാലികമായി നിർത്തിവെക്കണമെന്നൊരു നിർദ്ദേശം വരികയും അതിന് പിന്നാലെ ഇത്തരത്തിൽ 14 സമാധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇറാൻ ഒരു സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന നിലപാട് ഇന്നലെയും ട്രംപ് ആവർത്തിച്ചത്. പക്ഷേ ഇന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് സമാധാന ധാരണയിലേക്ക് നീങ്ങാനുള്ള അവസാന അവസരമാണ്. അവസാനമായി ഇത് നൽകുന്ന കുറച്ച് മണിക്കൂറുകളാണ് ഇപ്പോൾ ഇനിയുള്ളത്. അതിലേക്ക് നീങ്ങിയില്ലെങ്കിൽ നടപടികൾ ഉണ്ടാകുമെന്ന നിലപാടാണ്. അതേസമയം IRGCയുടെ പ്രതികരണം മറ്റൊരു രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇറാനെതിരെ ആക്രമണം നടക്കുമ്പോൾ പശ്ചിമേഷ്യൻ സൈനിക താവളങ്ങൾക്ക് നേരെ, അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഒരു ശൈലിയാണ് ഇറാൻ അനുവർത്തിച്ചിരുന്നത്. അതേ ശൈലിയിൽ നിന്നും വ്യക്തമായ മാറ്റമുണ്ടാകും. ആ പശ്ചിമേഷ്യയുടെ പരിധിക്ക് അപ്പുറത്തേക്ക് വ്യാപിപ്പിക്കും ആക്രമണം എന്നൊരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ ദ്വീപിലേക്ക് ഒക്കെ മിസൈൽ ആക്രമണം നടത്താനുള്ള നീക്കം ഇറാൻ നടത്തിയതായും അതിനെ മിസൈലുകളെ പ്രതിരോധിച്ചതായുമുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള സൈനിക കേന്ദ്രങ്ങളെ കൂടി ലക്ഷ്യം വെക്കുമെന്ന നിലപാടാണ് ഇപ്പോൾ IRGC മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും സമാധാനത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഗൾഫ് രാജ്യങ്ങളുടെ കൂടി ഇടപെടലിലൂടെ നടക്കുന്നുണ്ട്. എങ്കിൽ കൂടി അന്തിമ തീരുമാനം IRGC ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടില്ല എന്ന നിലപാടാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തുടർന്ന് ആ നടപടികളിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഒരുപക്ഷേ ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടായേക്കുമെന്ന സൂചന തന്നെയാണ് ട്രംപ് നൽകുകയും ചെയ്തിരിക്കുന്നത്.